ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എംഎസ് സൊല്യൂഷൻ. നിങ്ങളുടെ സ്വന്തം മഞ്ജു സാറാണ്. എടാ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഓണം എക്സാമിന് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 100% ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. സോ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ടോട്ടൽ 6 ഉണ്ട്. സോ ഈ 6 ഒരൊറ്റ വീഡിയോ സെറ്റ് ആക്കി തന്നാലോ? എന്നാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ, സാർ സെറ്റ് ആക്കി തരാം. സോ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ് കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങുന്ന കോമ്പൗണ്ടിനെ സംയുക്തങ്ങളെ പറയുന്ന പേര് ഹൈഡ്രോ കാർബൺ എന്നാണ്. സോ അതായത് ഇങ്ങനെ ഇതില് വേറെ ഒരു ഹൈഡ്രജനെ ഒഴിവാക്കിയിട്ട് അവിടെ വേറെ ആരെങ്കിലും പുതുതായിട്ട് വന്നാൽ അവനെ നമുക്ക് ഫങ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയാം, സിമ്പിൾ ആയിട്ട്. അപ്പൊ ഒന്നാമത് പഠിക്കാൻ പോകുന്ന ഫങ്ഷൻ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഫങ്ഷൻ ഗ്രൂപ്പ്. ഫങ്ഷൻ ഗ്രൂപ്പിന്റെ പേരും പഠിക്കണം. ഏറ്റവും സിമ്പിൾ സ്ലൈഡാണ് സാർ സെറ്റ് ആക്കിയിട്ടുള്ളത്. സോ അത് വിട്ട് കളയരുത്. സോ ഒന്നാമത്തെ ഫങ്ഷൻ ഗ്രൂപ്പ് ഏതാ വെച്ചാൽ ഹൈഡ്രോക്സിൽ ഫങ്ഷൻ ഗ്രൂപ്പ്. ഇവൻ എങ്ങനെ തിരിച്ചറിയാ ചോദിച്ചാൽ OH ഉണ്ടോ നോക്കിയാൽ മതി. അപ്പൊ ചോദ്യത്തിൽ OH കണ്ടു കഴിഞ്ഞാൽ അത് ഹൈഡ്രോക്സിൽ ഫങ്ഷൻ ഗ്രൂപ്പാ. ഈ ഹൈഡ്രോക്സിൽ ഫങ്ഷൻ ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ ആൽക്കഹോൾ എന്നാണ്. എന്താ അറിയപ്പെടുക? ആൽക്കഹോളുകൾ എന്നറിയപ്പെടുന്ന ഫങ്ഷൻ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഫങ്ഷൻ ഗ്രൂപ്പ്. പരിപാടി കഴിഞ്ഞു. ഇനി ഹൈഡ്രോക്സിൽ ഫങ്ഷൻ ഗ്രൂപ്പിന് പേര് കൊടുക്കുമ്പോഴേ അവന്റെ പേരിന്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ്? ഓൾ എന്നാണ് ചേർത്ത് കൊടുത്താൽ മതി. ആരെ ഓള്? ഹൈഡ്രോക്സിലിന്റെ ഓള്. നമ്മളുടെ ഓളെ പറയാൻ പറ്റില്ലല്ലോ. സോ ആരെ ഓള് ചോദിച്ചാൽ ഹൈഡ്രോക്സിലിന്റെ ഓള്. അപ്പൊ ഹൈഡ്രോക്സിൽ ഫങ്ഷൻ ഗ്രൂപ്പ് ആണോ, അവന്റെ കൂടെ ഓള് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു കിടിലൻ ചോദ്യം അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ ചോദ്യം നോക്കിക്കോ. ഈ രണ്ടാമത്തെ ചോദ്യം നോക്കട്ടോ. എത്രാമത്തേടാ? രണ്ടാമത്തെ ചോദ്യം നോക്കുക. സോ ഇവന്റെ ആ പേര് കൊടുക്കുമ്പോഴേ എന്റെ മക്കൾ ഫസ്റ്റ് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോർത്ത് പോയി നല്ലോണം ശ്രദ്ധിക്കേ. സോ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? സോ 1 2 3 ടോട്ടൽ 3 കാർബണാ. 3 കാർബണിന്റെ നമ്മൾ പറയുന്ന പേര് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവനെ നമ്മൾ എന്താ പറയാ? പ്രൊപ്പെയിൻ എന്ന് പറയും. എന്താ പറയാ? പ്രൊപ്പെയിൻ. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇങ്ങനെ തന്നെ പഠിക്കട്ടോ, പ്രൊപ്പെയിൻ. പക്ഷെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് പേര് കൊടുക്കുമ്പോൾ അവസാനത്തെ ഈന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ അവസാനത്തെ ഈനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പൊ നമ്മൾ എന്താ വായിക്കുക? പൊട്ടൻ എന്ന് വായിക്കരുത്, പ്രൊപ്പേൻ. എന്താ വായിക്കുക? പ്രൊപ്പേൻ. പരിപാടി കഴിഞ്ഞു. ഇനി എന്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എത്രാമത്തെ, ഇവിടെ OH ആണല്ലോ, എത്രാമത്തെ കാർബണിലെ OH നോക്കുക? 1 2 3 സ്മോളസ്റ്റ് പൊസിഷൻ നമ്പർ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ പ്രൊപ്പൻ -2 OH വന്നാൽ ചേർത്ത് കൊടുക്കേണ്ടത് ഓൾ ആണ്. അപ്പൊ പ്രൊപ്പൻ -2 ഓള്. പഠിച്ചു. ഇത് ഇനി എങ്ങനെ ചോദിച്ചാലും ഇങ്ങനെ പേര് കൊടുക്കേണ്ടത്, ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ ഇതും കൂടെ പഠിച്ചാൽ 2 ക്വസ്റ്റ്യൻ ഒന്നിന്ന് ചെയ്താൽ മതി. 1 2 3 4 5 6 ടോട്ടൽ 6 ഉണ്ട്. സോ ഇവിടെ ഒരു OH കൊടുത്തു എന്ന് വിചാരിക്കുക. ഹൈഡ്രജൻ സാറ് ഫില്ലാക്കുന്നില്ലേ? പേര് പറഞ്ഞാണ്. സോ ടോട്ടൽ 6 കാർബൺ ഉണ്ട്. സോ 6 കാർബൺ ആകുമ്പോൾ എന്റെ മക്കളെ ഹെക്സൻ എന്ന് പറയും. ഈ ഒഴിവാക്കണം. അപ്പൊ ഹെക്സൻ -. എത്രാമത്തെ കാർബണില? 1 2 3 4 5 5 കൊടുക്കോ? 5 കൊടുത്താ പൊട്ടത്തെറ്റാ. കാരണം എന്താ? സ്മോളസ്റ്റ് എടുക്കണടാ. അപ്പൊ ഇവിടുന്ന് ഇടുമ്പോൾ 1 2. അപ്പൊ സ്മോളസ്റ്റ് 2 ആണ്. ഹെക്സൻ -2 ഓള്. എന്തുകൊണ്ടാണ് ഓള് ചേർക്കാൻ കാരണം? OH വന്നാൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഓൾ എന്നാണ്. പരിപാടി കഴിഞ്ഞു. ഹൈഡ്രോക്സിൽ ഫങ്ഷൻ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു, ബുദ്ധിമുട്ടില്ല, സെറ്റാ. സോ ഇനി രണ്ടാമത്തെ ഫങ്ഷൻ ഗ്രൂപ്പ് ആണ് കാർബോക്സിൽ ഗ്രൂപ്പ്. സോ ഒന്ന് ഹൈഡ്രോക്സിൽ ആണെങ്കിൽ രണ്ടാമത്തെ കാർബോക്സിൽ ഗ്രൂപ്പ്. സോ കാർബോക്സിൽ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുന്ന മക്കൾ പഠിക്കേണ്ടത് COOH ഉണ്ടോ നോക്കിയാൽ മതി. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ COOH ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ടോ? സോ ഇവനായിരിക്കും കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കാർബോക്സിൽ ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുക അറിയോ? കാർബോക്സിലിക് ആസിഡുകൾ എന്നാണ് വിളിക്കല്, അല്ലെങ്കിൽ ആസിഡ് എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടില്ല. സോ കാർബോക്സിലിക് ആസിഡുകൾ. സോ ഇവന് വേറെ എങ്ങനെ ചോദിച്ചാൽ എന്റെ മക്കൾ പഠിച്ചു വെക്കാം. COOH ഫങ്ഷൻ ഗ്രൂപ്പിന് പൊസിഷൻ നമ്പർ പറയേണ്ട ആവശ്യം ഇല്ല. പക്ഷെ എന്തുകൊണ്ടറിയോ? ഇവന് വിരൽ എന്താ? ഹൈഡ്രോ കാർബണിന്റെ ടെർമിനലിലാണ് വരിക, അഥവാ അറ്റത്താണ് വരിക. അപ്പൊ പൊസിഷൻ നമ്പർ പറയേണ്ട ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ ആദ്യം വരും, അല്ലെങ്കിൽ അവസാനം വരും. അതിനെ നമ്മൾ ടെർമിനൽ അഥവാ അറ്റം എന്ന് പറയാട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി. നോക്കിക്കോ ഇവിടെ. അപ്പൊ എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. ഇവിടെ എത്ര കാർബൺ ഉണ്ട് നോക്കാം? 1 2. അതായത് ആ COOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കാർബൺ ഉണ്ട്. അപ്പൊ കാർബണിനെ എണ്ണണം. 1 2 കാർബണ്. സോ COOH ഫങ്ഷൻ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവന്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഓയിക് ആസിഡ് എന്നാണ് കേട്ടോ. എന്താ ചേർക്കേണ്ടത്? ഓയിക് ആസിഡ്. അപ്പൊ ഓയിക് ആസിഡ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരച്ച് ചെയ്യില്ല, അതോ എൻ്റെ മകൾക്ക് സുഖം. സോ CH3 CH2 COOH. സോ പൊസിഷൻ നമ്പർ പറയണോ? പറയണ്ട, കാരണം എന്താ? അവൻ ടെർമിനൽസിലേ വരുള്ളൂ. ഇനി ടോട്ടൽ 1 2 3 കാർബൺ. 3 കാർബൺ ആകുമ്പോൾ നമ്മൾ എന്താ പേര് കൊടുക്കുക? പ്രൊപ്പൻ എന്ന് വരും. ഓയിക് ആസിഡ് ചേർത്ത് കൊടുത്താൽ പേരൊന്ന് വായിച്ചു നോക്കടാ. പ്രൊപ്പനോയിക് ആസിഡ്. എന്താ പേര് വരിക? പ്രൊപ്പനോയിക് ആസിഡ്. അപ്പൊ 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ടനോയിക് ആസിഡ്, 5 ആണെങ്കിൽ പെന്റനോയിക് ആസിഡ്. അത്രയേ ഉള്ളൂ പരിപാടി. റെഡി.
അപ്പൊ കാർബോക്സിൽ ഗ്രൂപ്പും പഠിച്ചു. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ. ഏതാടാ? ആൽഡിഹൈഡ് ഗ്രൂപ്പ്. സോ ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്ന 2 ലെറ്റർ ഏതാ? AL അഥവാ ആൽ. ഓർമ്മ ഉണ്ടായിക്കോട്ടെ കേട്ടോ. സോ ഈ ആൽഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പിനെ തിരിച്ചറിയാൻ CHO ഉണ്ടോ നോക്കിയാൽ മതി. ആരാടാ? CHO. സോ ഈ CHO ഫംഗ്ഷൻ ഗ്രൂപ്പ് കണ്ടാലും ഇവന്റെയും പൊസിഷൻ നമ്പർ പറയേണ്ട ആവശ്യം ഇല്ല. ഹേ, അത്രേ ഉള്ളൂ. ഇവിടെയും പൊസിഷൻ നമ്പർ പറയണോ? പറയണ്ട. അത്രേ ഉള്ളൂ. ടെർമിനലിലെ വരുള്ളൂ, അറ്റത്തെ വരുള്ളൂ. പരിപാടി ചേർക്കുക. അപ്പൊ ഫംഗ്ഷൻ ഗ്രൂപ്പിന് ആൽഡിഹൈഡുകൾ, CHO ഫംഗ്ഷൻ ഗ്രൂപ്പിന് നമ്മൾ ആൽഡിഹൈഡുകൾ എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ ആൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. പേരിന്റെ കൂടെ ആൽ ചേർക്കുക. ആലായാൽ തറ വേണം. ആ പാട്ട് അറിയില്ല, അത് പാടിയിരുന്ന അവിടെ ഇരിക്കത്തെ ഉണ്ടാവുള്ളൂ. അപ്പൊ പഠിച്ചോ. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് നോക്കാം. 1 2 3 3 കാർബൺ. സോ 3 കാർബൺ ആകുമ്പോൾ നമ്മൾ പേര് കൊടുക്കുന്നത് പ്രൊപ്പൻ. എന്താ കൊടുക്കുക? പ്രൊപ്പൻ. CHO വന്നത് കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ആൽ എന്നാണ്. അപ്പൊ പ്രൊപ്പന്റെ കൂടെ ആൽ ചേർത്ത് കൊടുത്താൽ ഒന്ന് വായിച്ചു നോക്കടാ. പ്രൊപ്പനാൽ. എന്താ വായിക്ക? പ്രൊപ്പനാൽ. പരിപാടി കഴിഞ്ഞു. 3 പഠിച്ചില്ലേ? ടോട്ടൽ 3 പഠിച്ചു. പരിപാടി കഴിഞ്ഞു. സെറ്റാ. അപ്പൊ പ്രൊപ്പനാൽ. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ സാർ അടുത്ത ടോട്ടൽ 4 എന്താ നോക്കോ. 1 2 3 4. അടുത്തത് CHO. ടോട്ടൽ 5 ഉണ്ടെന്ന് വിചാരിക്കുക. 5ആകുമ്പോൾ പെന്റിന്റെ കൂടെ ആല്. പെന്റനാൽ. പരിപാടി കഴിഞ്ഞു. എന്താ പേര്? പെന്റനാൽ. സോ 4ാമത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ്. കേറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്നല്ല, കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ് കേട്ടോ. സോ കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ് CO എന്നാണ് നോക്കേണ്ടത്. ആരാടാ? CO. അപ്പൊ ഇതിലും കാർബൺ ഉണ്ട്. അപ്പൊ കാർബണിനെ എണ്ണണം. ഓർമ്മയിൽ വെക്കുക. സോ ഈ കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പിന് അറിയപ്പെടുന്ന പേരെന്താ വെച്ചാൽ കീറ്റോണുകൾ എന്നാണ്. എന്താ അറിയപ്പെടുക? കീറ്റോണുകൾ. ഓർമ്മയിൽ വെക്കുക. സോ ഇവിടെ നമ്മൾ എന്ത് പറയണം? പൊസിഷൻ നമ്പർ പറയണം. എന്ത് പറയണം? പൊസിഷൻ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യണം. സിമ്പിളാ, ഞാൻ പറഞ്ഞുതരാം. കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണെങ്കിൽ അവന്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഓൺ എന്നാണ് കേട്ടോ. എന്താ ചേർക്കേണ്ടത്? ഓൺ. കീറ്റോൺ. അപ്പൊ കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഓൺ ചേർത്താൽ മതി. പൊസിഷൻ നമ്പർ പറയാം. സിമ്പിൾ. ക്വസ്റ്റ്യൻ പിടിച്ചോ. നോക്കടാ. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. 5 കാർബണിന്റെ മക്കൾ എന്താ പറയാ? പെൻഡൻ. എന്താ പറയാ? പെൻഡൻ ഹൈഫൺ. എത്രാമത്തെ കാർബൺ ആണ്? എത്രാമത്തതാണ് CO ഫംഗ്ഷൻ ഗ്രൂപ്പ് നോക്കിയാൽ മതി. 4 ആണോ 2 ആണോ? ചെങ്ങായിമാരെ പൊസിഷൻ നമ്പർ ഏറ്റവും ചെറുതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ 4ഉം 2ഉം കണ്ട 2. അപ്പൊ പെൻഡൻ ഹൈഫൺ 2 ഹൈഫൺ. ഇനി CO ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നാൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഓൺ. 1 എന്ന് വായിക്കരുത്, ഓൺ. അപ്പൊ പെൻഡൻ ഹൈഫൺ 2 ഹൈഫൺ ഓൺ. ഇനി മലയാളം മീഡിയക്കാർ പേടിക്കണ്ട. പെൻഡൻ ഹൈഫൺ 2 ഹൈഫൺ ഓൺ. സോ എന്തിനാ നമ്മൾ ഓൺ ചേർക്കാൻ കാരണം? സോ CO ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഓൺ ചേർത്തു. പൊസിഷൻ നമ്പർ പറയണം. സ്മോളസ്റ്റ് പൊസിഷൻ കൊടുത്തു. കിട്ടിയില്ലേ ചെങ്ങായിമാരെ? ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ സെറ്റാ. സോ 4 ഫംഗ്ഷൻ ഗ്രൂപ്പ് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു. ഇതാണ് ഷോർട്ട് നോട്ട് എഴുതി കഴിഞ്ഞ മക്കൾ ഇനി മറക്കൂല. റെഡി അല്ലേ? സോ ഇനി 5ാമത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് ഹാലോ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഹലോ എന്നല്ല, ഹാലോ ഫംഗ്ഷൻ ഗ്രൂപ്പ്. സോ ഈ ഹാലോ ഫംഗ്ഷൻ ഗ്രൂപ്പിൽ 4 ആൾക്കാരുടെ മക്കൾ പഠിച്ചാൽ മതി. ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ. സോ കുറച്ച് സ്നേഹത്തോടെ വിളിക്കുക. കെമിസ്ട്രിയെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പോലെ. എഫ് കണ്ടാൽ ഫ്ലൂറോ, ഇനി Cl കണ്ടാൽ ക്ലോറോ, Br കണ്ടാൽ ബ്രോമോ, ഇനി I ആണ് കാണുന്നതെങ്കിൽ അയഡോ. അപ്പൊ കുറച്ച് സ്നേഹത്തോടെ വിളിച്ചാൽ മതി, അവർ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. സോ എങ്ങനെയാണ് സാർ ഹാലോ ഫംഗ്ഷൻ ഗ്രൂപ്പിന് പേര് കൊടുക്കേണ്ടത്? സിമ്പിളാ. ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് എന്നൊന്നു എണ്ണി സാറേ. 1 2 3. ടോട്ടൽ 3 കാർബണാ. സോ 3 കാർബണിനെ അവിടെ പേര് കൊടുക്കുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് F വന്നു, അഥവാ ബ്രാഞ്ച്. എത്രാമത്തെ ബ്രാഞ്ച് നോക്കാം. സോ 1 2 3. ഇവിടെ നിന്നുമ്പോഴും 1 2 3. അപ്പൊ രണ്ടാമത്തെ കാർബണില. അപ്പൊ 2 ഹൈഫൺ. എഫിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ വിളിക്കുക? ഫ്ലൂറോ അങ്ങോട്ട് വിളിക്കുക. അപ്പൊ F ആയതുകൊണ്ട് നമ്മൾ ഫ്ലൂറോ. ടോട്ടൽ എത്ര കാർബണാ? 3 കാർബണാ. അപ്പൊ നമ്മൾ എന്താ പറയാ? പ്രൊപ്പെയിൻ. നമ്മൾ നോർമൽ പേര് കൊടുക്കുന്ന പോലെ, ബ്രാഞ്ചിന് പേര് കൊടുക്കുന്ന പോലെ. വായിച്ചു നോക്കാം. 2 ഹൈഫൺ ഫ്ലൂറോ പ്രൊപ്പെയിൻ. ഇനി എഫിന് പകരം മക്കളെ Cl ആണ് വരുന്നതെങ്കിൽ എന്തൊക്കെയാണ് പേര് വരിക? 2 ഹൈഫൺ ക്ലോറോ പ്രൊപ്പെയിൻ. ഇനി ഇവിടെ Br ആണ് വരുന്നതെങ്കിലോ 2 ഹൈഫൺ ബ്രോമോ പ്രൊപ്പെയിൻ. ഇനി I ആണ് വരുന്നതെങ്കിലോ 2 ഹൈഫൺ അയഡോ പ്രൊപ്പെയിൻ. പരിപാടി കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. സെറ്റ് ആണല്ലോ. സോ അങ്ങനെയാണ് അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക? പേര് കൊടുക്കുക. എന്നാൽ ഈ ചോദ്യം പിടിച്ചോ. 1 2 3 4 കാർബൺ ഉണ്ട്. സോ എത്രാമത്തെ കാർബൺ അല്ല? ഇവിടെ നിന്നുമ്പോൾ 2ാമത്തെ കാർബൺ. അപ്പൊ 2 ഹൈഫൺ. Br വന്നത് കൊണ്ട് നമ്മൾ എന്താ പറയാ? ബ്രോമോ. 4 കാർബൺ ആയതുകൊണ്ട് ബ്യൂട്ടൈൻ. അപ്പൊ 2 ഹൈഫൺ ബ്രോമോ ബ്യൂട്ടൈൻ. ക്ലിയർ?
റെഡി. സോ ഇനി ഏറ്റവും അവസാനത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് ആൽക്കോക്സി ഫംഗ്ഷൻ ഗ്രൂപ്പ്. സോ പേരെന്താ? ആൽക്കോക്സി ഫംഗ്ഷൻ ഗ്രൂപ്പ്. സോ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഓ എന്ന് ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈതർ ലിങ്കേജ് ആണ്. അഥവാ ഓ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലുള്ള ആൾക്കാർ നമ്മൾ ഈതർ ലിങ്കേജ് എന്ന് പറയും. എന്റെ മക്കൾ അത് നോക്കേണ്ട ആവശ്യമില്ല. സോ ആൽക്കോക്സി ഫംഗ്ഷൻ ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേരാണ് ഈതർസ് എന്നറിയപ്പെടാം. ഈതറുകൾ എന്നറിയപ്പെടുന്നു. ഇവർക്ക് എങ്ങനെ പേര് കൊടുക്കുക ചോദിച്ചാൽ ആൽക്കോക്സി ആൽക്കെയിൻ, ഇങ്ങനെയാണ് പേര് കൊടുക്കട്ടോ. സോ ആൽക്കോക്സി ഫംഗ്ഷൻ ഗ്രൂപ്പിന് പേര് കൊടുക്കൽ എങ്ങനെ ചോദിച്ചാൽ ആൽക്കോക്സി ആൽക്കെയിൻ. അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ചെറുതോക്സി വലുതേൻ. ആദ്യം നമ്മൾ ചെറുതിന് പേര് കൊടുക്കുക, രണ്ടാമത് വലുതിന് പേര് കൊടുക്കുക. സിമ്പിൾ ആടാ. നോക്കടാ, ഈ ചോദ്യത്തിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഈ ഓൺ അങ്ങോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡ് നോക്കുക. ഇവിടെ ഒരു കാർബണാണ്, ഇവിടെ രണ്ട് കാർബണാണ്. ഇതിൽ ഏതാ ചെറുത്? ഒരു കാർബൺ ഉള്ളതാ. ഒരു കാർബൺ എന്ന് പറയുമ്പോൾ നമ്മൾ മീത്ത് എന്നല്ലേ പറയാ. മീത്തിന്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഓക്സി എന്നാണ്. അപ്പൊ മീതോക്സി അല്ലെങ്കിൽ മെത്തോക്സി. റെഡി. വലുതിന്റെ കൂടെ രണ്ട് കാർബണ, അപ്പൊ ഈത്ത്. എന്താ വലുതിന്റെ കൂടെ ചേർക്കേണ്ടത്? എയിന്. ഇനി ഒന്ന് വായിച്ചു നോക്കടാ. മീത്തോക്സി ഈതേൻ, ചെറുതോക്സി വലുതേൻ, ആൽക്കോക്സി ആൽക്കെയിൻ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ചെറുതിന്റെ പേര് ആദ്യം കൊടുക്കുന്നു, വലുതിന്റെ പേര് രണ്ടാമത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പൊ ആൽക്കോക്സി ആൽക്കെയിൻ അഥവാ മീത്തോക്സി ഈതേൻ. പരിപാടി കഴിഞ്ഞില്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ പഠിച്ച എല്ലാ ഫംഗ്ഷൻ ഗ്രൂപ്പും ജസ്റ്റ് ഒരു ബോക്സ് ആയി സാറ് കൊണ്ടിട്ട് ഒന്ന് ജസ്റ്റ് നോക്കി പോകട്ടോ. സോ OH ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചേർത്ത് കൊടുക്കേണ്ടത് എന്താടാ? ഓൾ എന്ന. അവരറിയപ്പെടുന്ന പേര് ആൽക്കഹോൾസ്. റെഡി. സോ അടുത്തത്. സോ COOH ആണെങ്കിൽ അവന്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഓയിക് ആസിഡ് എന്നാണ്. അവരെ അറിയപ്പെടുന്ന പേര് കാർബോസിലിക് ആസിഡുകൾ എന്നാണ്. റെഡി. അടുത്തത് CHO ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണെങ്കിൽ അവന്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ആർ എന്നാണ്. അവനെ അറിയപ്പെടുന്ന പേര് ആൽഡിഹൈഡുകൾ എന്നാണ്. അടുത്തത് CO ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഓൺ എന്നാണ്. സോ കീറ്റോണുകൾ എന്നറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ കമന്റ് ചെയ്യേണ്ട ചോദ്യം എന്താ ചോദിച്ചാൽ O ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് സെന്ററിലെങ്കിൽ O ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ അവന്റെ പേരെന്താണ്? അവനെ അറിയപ്പെടുന്ന പേരെന്താ? സോ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പേര് എഴുതാ, അവനെ അറിയപ്പെടുന്ന പേരെന്താന്നുള്ളത് എഴുതാ. മറക്കരുത് കേട്ടോ. സോ ഇതാണ് മക്കളെ നമ്മളുടെ ടോട്ടൽ 6 ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വെച്ച് സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ എന്തായാലും എന്റെ മക്കൾ ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഒന്ന് കമന്റ് ചെയ്യുക. സോ നമുക്ക് ഐസോമറിസം വേണമെന്നുണ്ടെങ്കിൽ സാറിന്റെ മക്കൾ കമന്റ് ചെയ്താൽ മതി. സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം. ഓണം എക്സാം നമ്മൾ തൂത്തിരിക്കും. സോ തൂക്കിയെടുക്കും. സോ ഡോണ്ട് വെറി. സോ എന്റെ മക്കൾക്ക് ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. സോ ഓണം എക്സാമിന്റെ മുന്നേ, ഓണം എക്സാം വരുന്നതിന് മുന്നേ നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു ബാച്ച് ആണ് നമ്മൾ 999 റുപ്പീസ് വരുന്ന നമ്മുടെ RMS ബാച്ച് അഥവാ ഓണം സ്പെഷ്യൽ RMS ബാച്ച്. മക്കളെ 10ാം ക്ലാസ് എത്തിയിട്ടുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഓണം എക്സാമിന് സ്പെഷ്യൽ ബാച്ചിന് ആകെ വരുന്നത് 999 റുപ്പീസ് ആണ്, അഥവാ 999 രൂപ. സോ എന്തൊക്കെ കിട്ടും നോക്കിയൊക്കെ. RSQ ലൈവ്, ഓരോ ചാപ്റ്ററിന്റെയും റിവിഷൻ വിത്ത് ഷുവർ ക്വസ്റ്റ്യൻസ്. ആലോചിക്കുക, റിവിഷനും കിട്ടും, അതിന്റെ കൂടെ ഷുവർ ക്വസ്റ്റ്യൻസിന് ലൈവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ സെറ്റ് ആവും അപ്പൊ തന്നെ. അത് കഴിഞ്ഞാൽ പ്രഡിക്ഷൻ PDF കിട്ടും. ആലോചിക്കടാ, ഒരു സബ്ജക്റ്റിന്റെ പ്രഡിക്ഷൻ PDF. ഇത് മാത്രം പഠിച്ചാൽ മതി, ഇതേ വരുള്ളൂ നമ്മളുടെ പ്രഡിക്ഷൻ. പിന്നെ നമുക്ക് പ്രഡിക്ഷൻ വീഡിയോ, സബ്ജക്ട് വൈസ് പ്രഡിക്ഷൻ വീഡിയോസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയാൽ മതി. 100% വരുന്ന ചോദ്യം ഇത് തന്നെയായിരിക്കും വന്നിരിക്കും. പിന്നെ മൈക്രോബിറ്റ്, മൈൻഡ് മാപ്പ്, 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ ആലോചിക്കുക, ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളേക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഞങ്ങളുടെ കോൺഫിഡൻസാ മക്കളെ. ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങുന്ന ബാച്ച് വെറും 999 രൂപക്ക് മാത്രം നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ, ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും താഴെ കാണുന്ന ലിങ്കിൽ തൊട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്ത് വെക്കുക. രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്, രജിസ്റ്റർ ചെയ്യണം. സോ അതിൻ്റെ കൂടെ അവിടെ കോഡ് എന്ന് വരുന്നുണ്ടാകും. സോ ഈ കോഡ് അടിക്കേണ്ടടുത്ത് സാറിൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒരു കോഡ് അടിക്കേണ്ടടുത്ത് സാറിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. മറക്കല്ലേ, സാറിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. സാറിൻ്റെ പേര് അടിച്ചു കൊടുത്താൽ ഓഫേഴ്സ് ഒക്കെ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യുക കിട്ടുന്നതാണ്. സോ വിട്ട് കളയരുത്, കോഡ് അടിക്കുക. സോ അതിൻ്റെ കൂടെ തന്നെ ഇനി നമ്മളുടെ ലൈവ് ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഷോർട്ട് നോട്ട്, PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ മക്കൾക്ക് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്മ്യൂണിറ്റി എന്നുള്ള ലിങ്ക് കാണാം. ആ ലിങ്കിൽ തൊട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് വെക്കുക. ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. മക്കളെ വിട്ട് കളയരുത്. സോ ഇതുമായിട്ട് തന്നെ ഇതുപോലത്തെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ അൻഷി ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറൊരു സൊല്യൂഷൻ.